ചേട്ടായി കടയിൽ പോയിട്ട് വന്നപ്പം തിരിയാൻ മീൻ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. ഇന്ന് ഞാനെങ്ങനെയാണ് മീൻ കറി വെക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ 2 ഇഞ്ചി എടുത്തു, ഒരു കുടം വെളുത്തുള്ളി എടുത്തു, ഒരു തക്കാളി, ഉള്ളി ഒരു 5-6 ഉള്ളി എടുത്തായിരുന്നു. വലിയ ഉള്ളിയായിരുന്നു, അത് കാരണം ഞാൻ കീറി ഇട്ടിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുടംപുളി ചൂടുവെള്ളം ഒഴിച്ച് കുതിരാനിട്ടു. അതാകുമ്പോൾ എനിക്ക് കഴുകിയിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കുതിരാൻ ഇടുമ്പോൾ പെട്ടെന്ന് പുളി ഇറങ്ങും കേട്ടോ. കറിക്കകത്തോട്ട് പെട്ടെന്ന് പുളി ഇറങ്ങും. പിന്നീട് ആ വെള്ളം അങ്ങ് ഒഴിച്ചാൽ മതി. ചട്ടിയിൽ മീൻ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് കാരണം ചട്ടിയിൽ ഞാൻ വയ്ക്കാറ്. ഇപ്പം ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് ചൂടായിട്ട് വന്നു കഴിയുമ്പം ഞാൻ 1 സ്പൂൺ ഉലുവയും 1 സ്പൂൺ കടുകും ഇട്ടിട്ടുണ്ട് കേട്ടോ പൊട്ടാനായിട്ട്. അത് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഞാൻ ചെറുതായിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കും കേട്ടോ, ഇളക്കിയെടുക്കും. കാരണം എനിക്ക് ചെറുതായിട്ട് ആ എണ്ണയിലോട്ട് അതിൻ്റെ ഒരു ഇത് ഇറങ്ങാനായിട്ട് ഇച്ചിരി വഴറ്റാനായിട്ട് തോന്നും കേട്ടോ. ഇത് അതെല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കിയിട്ട് ഇച്ചിരി നേരം ആ എണ്ണയിലിട്ടൊന്ന് ഇളക്കും. അത് കഴിയുമ്പോഴത്തേനും ഞാൻ വെളുത്തുള്ളി അല്ല ഉള്ളി മുറിച്ചാട്ടോ ഇടുന്നത്. ചെറിയ ഉള്ളിയാണെങ്കിൽ മുറിച്ചിടേണ്ട കാര്യമൊന്നുമില്ല. നല്ല വഴണ്ട് വരുമ്പോൾ മുന്നോട്ട് കിട്ടിയിട്ട് വന്നോളും, നല്ല ടേസ്റ്റാണ്. ഉള്ളിയാണ് കേട്ടോ എപ്പോഴും മീൻകറിക്ക് നല്ല ടേസ്റ്റ് വരും. അതൊന്നിട്ട് ഇളക്കിയിട്ട് തക്കാളി, ഞാൻ അതിൻ്റെ കൂടെ തന്നെ തക്കാളി ഇട്ട് കേട്ടോ, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട്. എന്നിട്ട് ഞാൻ അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റി. കാരണം ചട്ടിയിലായതുകൊണ്ട് ഒപ്പം ഒരു തക്കാളി വെള്ളം ഉണ്ടെന്നാലും തക്കാളി ഈ ഉള്ളിയും കൂടെ ഒരുമിച്ച് വഴണ്ട് വരും കേട്ടോ. ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വഴണ്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വഴന്ന് വന്നു കഴിയുമ്പോൾ തുറന്നിട്ടിടുണ്ട്. നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. അന്നത്തേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി നല്ലപോലെ ചൂടാക്കും. ഞാൻ നല്ലപോലെ ഒരു കറുത്ത ഇവിടെ ചേട്ടായിക്ക് അങ്ങനെ വെക്കാമെന്ന് വെച്ചിട്ട് നല്ലപോലെ നല്ല ഡാർക്ക് കളറാവണം. മുളക് ചൂടായിട്ട് ഡാർക്ക് കളറാകുമ്പോൾ അതിലേക്ക് ഇച്ചിരി മറ്റേ പുളിവെള്ളം വെച്ചിട്ടില്ലേ, പുളിവെള്ളം കൂടെ അങ്ങ് ചേർത്ത് ഇളക്കും കേട്ടോ. ഒന്ന് ചൂടായി നന്നായിട്ട് വന്നു കഴിയുമ്പോൾ ആ പുളിവെള്ളം അങ്ങ് ഒഴിക്കുമായിരുന്നു. ആ വെള്ളം സഹിതം ഒഴിക്കും. അതും കൂടെ ഒന്ന് ഇളക്കിയിട്ട് അതിന് ശേഷം ഞാൻ എപ്പോഴും മീൻ കറിക്കകത്ത് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. കാരണം എനിക്ക് കൂടുതൽ തോന്നിയിട്ടുള്ളത് ചൂടുവെള്ളം ഒഴിച്ച് കഴിയുമ്പം പിന്നെ പെട്ടെന്ന് തിളച്ചും വരും. നമുക്ക് മീനിട്ടാലും തിളയ്ക്കുന്നതിന് മുമ്പ് മീനാണെങ്കിലും ഇടാൻ പറ്റും. ഉപ്പ് എനിക്ക് കൈയളവാണ്. നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് ഉപ്പിടാം കേട്ടോ. എനിക്ക് കൈയളവാണ് ഉപ്പ്. അതിനുശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ചു. അതൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ഞാൻ അതൊന്ന് ചെറുതായിട്ട് ഇപ്പോൾ ഒന്ന് ചൂടാവും. ഒഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തിളച്ച വെള്ളം ആയതുകൊണ്ട് അപ്പം തന്നെ ചൂടാവും. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടു. ബാക്കി മിച്ചം വന്ന കുറച്ച് കറിവേപ്പില അതും കൂടെ മുകളിൽ കൂടെ ഒന്ന് ഇട്ടു. എന്നിട്ട് ആ മീനും ഇട്ട് ശരിയാക്കി മീനിട്ടിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ ചെയ്തേ. ഇങ്ങനൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ്. ചില മീനിന് 10 മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ. മത്തി എനിക്ക് തോന്നുന്നു അത് പെട്ടെന്ന് വേകും, അതിനേക്കാളും മുമ്പ് തന്നെ വേകും. അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. അതിനുശേഷം 10 മിനിറ്റ് ശേഷം ഞാൻ തുറന്ന് നോക്കി കേട്ടോ. ഇതാട്ടോ ശരിക്കും രാത്രി ആയതുകൊണ്ട് ലൈറ്റിന് വെട്ടമുള്ളതുകൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇച്ചിരി കൂടെ നല്ല കളറുണ്ടായിരുന്നു. ഈ ഫോണിൽ കാണുമ്പോൾ കളറില്ല, വീഡിയോയിൽ കാണുമ്പോൾ കളർ കുറവാണ്. ശരിക്കും ഈ മീൻ പിറ്റേ ദിവസം കഴിക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റ്. പക്ഷേ എനിക്ക് ക്ഷമയില്ലായിരുന്നു. മീൻ വറക്കാനിട്ടിരുന്നത് കൊച്ച് വയ്ക്കുന്നതിന് മുമ്പ് വറക്കാൻ ക്ഷമ പോലും ഇല്ലാതെ ഞാൻ പെട്ടെന്ന് മീൻ വറുത്തതും മീൻകറിയും ഇച്ചിരി കപ്പയും ഇച്ചിരി ചോറും കൂട്ടി ഞാൻ കഴിച്ചിട്ട് കിടന്നു കേട്ടോ. അല്ലെങ്കിൽ കുഞ്ഞേറ്റാൽ പിന്നെ വഴക്കുണ്ടാക്കും, കഴിക്കാനൊന്നും പറ്റില്ല. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. കമൻറ്റും ചെയ്യണേ.